ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ നാളായിട്ട് പ്ലാൻ ചെയ്ത് മാറ്റി വെച്ചിരുന്ന ഒരു ചിമ്മിനി ഡാം യാത്രയാണിത്. പതിവ് പോലെ ഒരു റീൽ കണ്ടപ്പോൾ തന്നെയാണ് ഈ യാത്രയുടെ പ്ലാനും ഉണ്ടായി വന്നത്. വളരെ നേരത്തെ ഉള്ള പ്ലാനാണെങ്കിലും രാവിലെ പെട്ടെന്ന് തോന്നിയോണ്ട് ഇമ്പൾസിൻ്റെ പുറത്താണ് ഈ യാത്ര പുറപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഒരു പ്ലാനും ഇല്ലായിരുന്നു, ഭക്ഷണവും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് വിശപ്പിൻ്റെ വിളി സഹിക്കാൻ വയ്യുന്നതിൻ്റെ അപ്പുറം എത്തിയപ്പം ഫസ്റ്റ് കണ്ട ഹോട്ടലിൽ നിർത്തി ഇറങ്ങി കഴിച്ചു. കാഫേ കോഫിയുടെ ബോർഡ് കണ്ടാണ് ഞാൻ നിർത്തിയത്. അത് കഴിഞ്ഞിട്ടാണ് കണ്ടത് അടച്ചേക്ക് വന്നത്. അപ്പോൾ അതിന് തൊട്ടടുത്ത് തോട്ടൊരു വഴി കൊണ്ടപ്പം ആ വഴി കയറിപ്പോയി നല്ല ഉഗ്രൻ മസാല ദോശയും നല്ല അടിപൊളി ഒരു ചായയും കുടിച്ചിട്ട് ഞാൻ പതുക്കെ വീണ്ടും യാത്ര തുടങ്ങി. പതിവ് പോലെ തന്നെ ഫോറസ്റ്റ് റൂട്ടുണ്ട്, നല്ല ഭംഗിയാണ്. ആ റൂട്ടിൻ്റെ ഭംഗി കേട്ടാണ് ഞാൻ ഈ റൂട്ട് പിടിച്ചത്. ഡെസ്റ്റിനേഷൻ സെക്കൻഡ് ചോയ്സ് ആയിരുന്നു. പക്ഷേ ഫോറസ്റ്റ് റൂട്ടുണ്ട്, ഒരുപാട് പൂമ്പാറ്റകൾ പറന്ന് നടക്കുന്നത് കാണാം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് വർണ്ണനകൾ അതിശക്തമായിട്ട് കേട്ടതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ റൂട്ട് ഞാൻ കയറി പിടിച്ചത്. ഞാൻ പൊതുവേ സോളോ ട്രിപ്സാണ് പോകാറുള്ളത്. അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കലൊരു പാടാണ്. അതിൻ്റെ ഒരു ടെൻഷനാണ് ആ മുഖത്ത് കാണുന്നത്. ഈ വരുന്ന റൂട്ടിൻ്റെ ഒരു ക്ലിപ്പ് കണ്ടതിനെ തുടർന്നാണ് ഞാൻ ഈ പറഞ്ഞ യാത്ര സത്യത്തിൽ ട്രിഗറായത്. ഞാൻ വന്ന സമയത്തിൻ്റെ ആണോ എന്ന് എനിക്കറിയത്തില്ലെങ്കിലും കമ്പാരിറ്റീവ്ലി പൂമ്പാറ്റകൾ കുറവായിരുന്നു. പക്ഷേ റൂട്ട് നന്നായിട്ട് എൻജോയ് ചെയ്ത് എനിക്ക് പോകാൻ പറ്റി. അങ്ങനെ റൂട്ടൊക്കെ എൻജോയ് ചെയ്ത് ഈ ചിമ്മിനി വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന ആർച്ചും കടന്ന് നേരെ ഒരു പോക്കങ്ങ് പോകരുത്. അവിടെ ഒരു കൗണ്ടറുണ്ട്, അവിടെ പോയി ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്ത് കയറാൻ. അങ്ങനെ ടിക്കറ്റ് 70 രൂപ ടിക്കറ്റാണ്. എടുത്ത് നേരെ വെച്ച് വിട്ട് പോവുക, റൂട്ട് എൻജോയ് ചെയ്യുക. കമ്പനി ഉണ്ടെങ്കിൽ നല്ല കാര്യം, ഇല്ലെങ്കിൽ വളരെ പതുക്കെ പോവുക. ചില യാത്രകളുണ്ട് കമ്പനി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകുന്നു. അതുപോലത്തെ ഒരെണ്ണമായിരുന്നത്. ഞാനവിടെ പോയി, ഞാനവിടെ കുറച്ച് നേരം വളരെ പീസ്ഫുള്ളായിട്ട് എൻജോയ് ചെയ്തു. പറഞ്ഞ പോലെ പൂമ്പാറ്റകളെ കണ്ടിരുന്നു. അതൊക്കെ ഉണ്ടെങ്കിലും സത്യമായിട്ടും ആരെങ്കിലുമൊക്കെ കൂടെ പോയിരുന്നെങ്കിൽ എന്ന് എനിക്ക് തോന്നിയ വളരെ ചുരുക്കം യാത്രകളേ ഉള്ളൂ. അതിലൊന്നാണ് ഈ ചിമ്മിനി ഡാം പോയത്. ഇവിടെ ഒരുപാട് റൂട്ടുകളുണ്ട്, കുഞ്ഞു കുഞ്ഞു വഴികൾ. ആ വഴികളൊക്കെ കയറി എക്സ്പ്ലോർ ചെയ്യുക. നടന്നോ ബൈക്കിനോ എങ്ങനെ വേണം നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാം. പക്ഷേ ആ സ്പെൻഡ് ചെയ്യുന്ന ടൈം നിങ്ങൾക്ക് വളരെയധികം എന്താ പറയുക, റിഫ്രഷിങ് ആയിരിക്കും. ഞാൻ വെള്ളം തീരെ ഇല്ലാത്ത സമയത്താട്ടോ പോയത്. അവിടെ ഇങ്ങനെയൊക്കെയായിരുന്നു. ഏറ്റവും വലിയ ഹൈലൈറ്റ്, അവിടെ സെൽ ഫോൺ റിസപ്ഷനേ ഇല്ല. നോ ഡിസ്റ്റർബൻസസ് വാട്ട്സോ എവർ. പിന്നെ നട്ടുച്ച സമയത്ത് പോയതുകൊണ്ട് നല്ല രീതിയിൽ ഞാൻ ക്ഷീണിച്ചു. അവിടെ കണ്ടൊരു ഐസ്ക്രീം കടയിൽ നിന്ന് ഒരു ഐസ്ക്രീം മേടിച്ച് കഴിച്ചു. ഗൂഗിൾ പേ വർക്ക് ചെയ്യത്തില്ല, സോ ലിക്വിഡ് ക്യാഷ് കൊണ്ടുപോവുക. അവിടുത്തെ ഒരു കടയിലും ഗൂഗിൾ പേ ഇല്ല, റേഞ്ച് ഇല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് തന്നെ കാരണം. കുറച്ച് കഴിഞ്ഞാണ് ഞാൻ അറിഞ്ഞത് അവിടെ ഒരു അടുത്തൊരു ട്രക്കിംഗ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞാൻ അതിനും കൂടെ പോയിട്ട് വന്നേനെ. പക്ഷെ അന്ന് ഞാൻ അറിയത്തില്ലായിരുന്നു. അപ്പം ഫാമിലിയൊക്കെ ആയിട്ട് പോയി ഒന്ന് ടൈം സ്പെൻഡ് ചെയ്ത്, ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്ത്, ഫോണെ കുത്തിക്കൊണ്ടിരിക്കുക അല്ലാതെ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്ത് ഒരു മിനി അഡ്വെഞ്ചറിനും മാത്രമൊന്നുമില്ല. പക്ഷേ എങ്കിലും പോയത് റിഗ്രറ്റ് ചെയ്യത്തില്ല, അത്ര ഞാൻ ഓർത്ത് പറയാം. അങ്ങനെ പോയി തിരിച്ചു വരാൻ പറ്റുന്നൊരു എന്താ പറയുക, റിഫ്രഷിങ് യാത്ര. ഈ ജ്യൂസ് കടക്കാരൻ ചേട്ടൻ്റെ അടുത്ത് അവിടെ വെച്ചൊക്കെയാണ് ആക്ച്വലി തിരിച്ച് റേഞ്ചൊക്കെ ഒന്ന് വന്ന് തുടങ്ങുന്നത്. ചിമ്മിനി ഡാമും കണ്ട് ചെറിയൊരു ഫോറസ്റ്റ് ഡ്രൈവും കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തി. അപ്പം സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.